ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനപ്രഭാതത്തിൻ്റെ ഇന്നത്തെ വചനം 22-ാം സങ്കീർത്തനം 1-ാം വാക്യം ആകുന്നു. അതിങ്ങനെ ആരംഭിക്കുന്നു: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഇതാരെഴുതി, എപ്പോൾ എഴുതി? ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. 2026 ഈ വചനം വായിക്കുന്നവർക്ക് വേണ്ടി എഴുതിയതാണ്. ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി എഴുതിയതാണ്. വിശേഷാൽ 22-ാം സങ്കീർത്തനം ഒരു പ്രാവചനിക സങ്കീർത്തനമാകുന്നു. വേദപുസ്തക പഠനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മശിഹൈക സങ്കീർത്തനം. മശിഹ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മനുഷ്യൻ്റെ ഉദ്ധാരണത്തിനായി ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന വാക്കാണ് മശിഹ. ഇത് പുരാതന കാലം മുതലുള്ള പ്രതീക്ഷയാണ്, വാഗ്ദത്തമാണ്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകനെ നോക്കിയിട്ട് നീയാണോ മശിഹ എന്ന് ചോദിച്ചു. പിന്നെ നമ്മുടെ ശമരിയ സ്ത്രീയെ ഓർമ്മയുണ്ടല്ലോ. ആ മാന്യ വനിത കർത്താവിനെ ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് പരിചയപ്പെട്ടപ്പോൾ ഒക്കെ ഒരു സംശയം, മശിഹ ആയിരിക്കുമോ? പേടി കാരണം ഓടി. കാരണം അതിനു മുമ്പ് പല ഉഡായിപ്പുകളും അവൾ പറഞ്ഞതാണ്. ഓടി അവളുടെ നാട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരാളെ കണ്ടു, അതൊരു പക്ഷേ മശിഹയായിരിക്കും. ആ ഒരാളെ കണ്ടതാണ് അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് ഞാൻ നിങ്ങളോടിത് സംസാരിക്കുന്നതിൻ്റെ കാരണം ആ വ്യക്തിയെ കണ്ടതുകൊണ്ടാണ്. ആ വ്യക്തിയെ ദാവീദ് ഒത്തിരി വർഷം മുമ്പ് കണ്ടു. കണ്ടപ്പോൾ യേശു കുരിശിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കുരിശിൽ കിടന്നുകൊണ്ട് യേശു നിലവിളിക്കുകയാണ്, എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഈ നിലവിളി ദാവീദിൻ്റേതല്ല, മശിഹായുടേതാണ്. എന്നാൽ ഒരല്പം തിരുത്തി പറയട്ടെ, ദാവീദിൻ്റേതും ആയിരിക്കാം. ദാവീദിനിങ്ങനെ നിലവിളിക്കേണ്ട സമയങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എന്താ ഈ ചിലർക്ക് മാത്രം ഇങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ അറിയില്ല. എന്നാൽ ഞാനൊരു ഉത്തരം പറയാനൊന്ന് ശ്രമിക്കാം. ഒന്നാമത്തെ ഉത്തരം ഇതാണ്: എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ അത് അറിയുന്നില്ല നമ്മൾ. ചിലരത് വെളിപ്പെടുത്തത്തില്ല. അപ്പം നിലവിളിക്കേണ്ട അനുഭവങ്ങളും സങ്കടങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ ഒരു ഉത്തരം അതാണ്. രണ്ടാമത്തെ ഉത്തരം എന്നാന്ന് ചോദിച്ചാൽ, ഈ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് അടുത്തു വരുന്ന ആളുകൾക്ക്, അടുത്തു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഭൗതിക മേഖലയിൽ നിലവിളികൾ ഉണ്ടാകണം. അങ്ങനെയാ എൻ്റെ കിടപ്പ്. ഇനി നമുക്ക് സാവധാനത്തിൽ മുമ്പോട്ട് പോകാം. ദാവീദിനെ ദൈവം കൈവിട്ടോ? ആ, കൈവിട്ടു. എത്രയെത്ര സന്ദർഭങ്ങളാണ്. ദാവീദ് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ചൊരു അന്യരാജ്യത്ത് പോയിട്ട്
ഒളിച്ചു പാർക്കാൻ ആഗ്രഹിച്ചൊരു സമയമുണ്ട്. നമ്മുടെ ഇവിടെ നിവൃത്തിയില്ലാതെ വരുമ്പം ദുബായ്ക്കൊക്കെ ആളുകൾ പോകുന്നില്ലേ? ദുബായ് പോലുള്ള രാജ്യത്തേക്ക് ഒരു വിസ കിട്ടാൻ എളുപ്പമുണ്ട്, അങ്ങനെ പോകുന്നില്ലേ? ഇതുപോലെ ഇസ്രായേലിലെ പ്രമുഖനായ ദാവീദ് ഒളിച്ചിരിക്കാൻ ചെന്നപ്പോൾ ആളുകൾ കണ്ടുപിടിച്ചു. കാരണം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം ഭയങ്കര മിടുക്കനും യുദ്ധതന്ത്രജ്ഞനും ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുമാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു വലിയ വിഷമം നേരിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് താൻ ഓടി ഗത്ത് രാജാവിൻ്റെ അവിടെ പോയതും അവരദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നതുമൊക്കെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കൊച്ചു ചിന്ത. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കേണ്ട അവസ്ഥ രാജാവായ ദാവീദിനുണ്ടായിട്ടുണ്ട്. ഇന്ന് സമൂഹത്തിൽ അനേകർക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിനുള്ള പരിഹാരം ദൈവസന്നിധി തന്നെയാകുന്നു. ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കാൻ ദൈവസന്നിധിയിലോട്ട് തന്നെ വരിക. എത്ര മനോഹരവും ആശ്വാസകരവുമായ ചിന്തയാണ്. ഗോഡ് ബ്ലസ് യു.